ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രമേനോൻ പറയുകയാണ്, എന്തോന്നും സുഖം, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഖം കിട്ടിയേനെ എന്ന് പറയുകയാണ്. രോഹിത്തിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രമേനോൻ പറയുന്നു, ആദ്യം ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എൻ്റെ മകനായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. ഒരു വക്കീലിനെ കണ്ടിട്ട് ജാമ്യം കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കടകളൊന്നും തുറക്കണ്ട, ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അലീനയോട് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല, അലീനയുടെ കയ്യിലാണ്, എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ അലീനയോട് കൂടി സംസാരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് ബാലചന്ദ്രമേനോൻ പറയുകയാണ്. ഗോവർദ്ധനം പോയപ്പോൾ വളരെ വിഷമിച്ച് ബാലചന്ദ്രമേനോൻ കരയുകയാണ്. ശിവശങ്കര മേനോൻ മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് ഹരി എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനു പറയുന്നു, ഞാൻ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, നിൻ്റെ അനിയനല്ലേ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ എന്നെയും കൂടി അപമാനിക്കില്ലേ, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു വക്കീലിനെങ്കിലും ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞു. വക്കീലൊന്നും ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല, അവനെ റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. പോലീസുകാരെ ഇടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കൈക്കൂലി എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനു പറയുകയാണ്, ആദ്യം അവൻ നല്ലോണം ഇടി കൊള്ളട്ടെ, അങ്ങനെയെങ്കിലും അവൻ നന്നാവട്ടെ എന്ന് പറഞ്ഞു. അവനൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് ശിവശങ്കര മേനോൻ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, അവൻ ഒരബദ്ധമല്ലല്ലോ പറ്റിയതെന്ന്, മുമ്പ് അലീനയോട് അവൻ ഇങ്ങനെയല്ലേ ചെയ്തത്, അന്ന് അവൻ നല്ല ഇടി കൊടുത്തതാണ്, അവൻ എന്നിട്ട് നന്നായില്ലല്ലോ, ഇനി അവൻ കുറച്ച് നേരം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് എല്ലാം പഠിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അവസാനം ശിവശങ്കര മേനോൻ ഫോൺ വെച്ചു. അപ്പോൾ അവൻ്റെ അമ്മ കമല വന്നിട്ട് പറയുകയാണ്, മനു നീ ഇങ്ങനെയൊന്നും പറയാതെ, നിൻ്റെ സ്വന്തം അനിയനല്ലേ, നീ ഇങ്ങനെയാണോ പറയേണ്ടതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു അമ്മയോടും ചൂടാവുകയാണ്. അമ്മ ഒറ്റ ഒരുത്തിയാണ് ഇത്രയും ഇങ്ങനെ ആക്കിയത്, അവനെ വഷളാക്കിയത് അമ്മയാണ്, അവൻ ചെയ്യുന്ന ഓരോ തെറ്റിനും അമ്മയാണ് കൂട്ടുനിന്നത്. അപ്പോൾ കമല, അലീനയാണ് എല്ലാത്തിനും കാരണം, അവളാണ് ഇവരെയൊക്കെ വഷളാക്കിയെന്നൊക്കെ പറയുകയാണ്. മനുവിന് അത് കേട്ട് വളരെ ദേഷ്യം വന്നു. മനു പൊട്ടിത്തെറിക്കുകയാണ് അമ്മയുടെ അടുത്ത്. അമ്മയെപ്പോലെ ഇത്രയും വിഷമുള്ള ഒരു സ്ത്രീ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയുകയാണ്. സ്വന്തം മകൻ ഒരു പെൺകുട്ടിയെ പ്രേമം നടിച്ച് കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ച വെച്ചിട്ട് അമ്മയ്ക്ക് മതിയായില്ല, എന്നിട്ട് മോൻ ചെയ്യുന്ന തെറ്റിനെ കുറിച്ചൊന്നും ബോധ്യമില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, രോഹിത്താണ് അവളെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് കമല പറയുന്നത്. മനുവിന് ദേഷ്യം വന്നു. മനു കുറേ വഴക്കുണ്ടാക്കിയിട്ട് മനു അകത്തേക്ക് കയറിപ്പോയി. അലീന രോഹിത്തിൻ്റെ മുറി മുഴുവൻ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അലീന നോക്കുന്നത്. പോലീസ് പരിശോധിക്കാൻ വരുമ്പോൾ മോശമായിട്ടുള്ളതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ മൊത്തം അരിച്ചു പറക്കുകയാണ്. കുറേ CD-കളും പെൻഡ്രൈവ്, ഒരു പഴയ ഫോൺ എന്നിവയൊക്കെ അലീനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് അലീന പുറത്തിറങ്ങി വന്നു. ഗോവർദ്ധനൻ അലീനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ബബിതയാണ് വന്ന് വാതിൽ തുറന്ന് കൊടുത്തത്. അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അലീന എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബബിത പറയുകയാണ്, എന്താ ഞങ്ങളോട് പറയാനില്ലേ, അവൾക്ക് മാത്രം എന്താണ് പ്രത്യേകത, ഞങ്ങളും അച്ഛൻ്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോവർദ്ധനൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. അലീനയോട് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ കയ്യിലിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അലീന പറയുന്നു, അത് പോലീസ് എന്തായാലും ഇവിടെയൊക്കെ പരിശോധിക്കാൻ വരും, അപ്പോൾ ഒന്നും മോശമായിട്ടുള്ളതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊരു മുൻകരുതൽ എടുത്തതാണ്, എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഗോവർദ്ധനൻ പറയുകയാണ്, എന്തായാലും രോഹിത്തിൻ്റെ ഭാവി പോയി, ഇനി എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടത്തിലായി, ഇനി അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും, അവരെങ്ങനെ കോളേജിലും സ്കൂളിലും പോയി പഠിക്കും എന്നൊക്കെ പറയുകയാണ്. ഇനി നമുക്ക് അവനെ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റില്ല, ആ പെൺകുട്ടിക്ക് 18 വയസ്സായില്ലെന്നാണ് പറയുന്നത്, പോക്സോ കേസാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധനൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്കും വിഷമമായി. അലീന പറയുന്നു, ഈ കാര്യമൊന്നും അച്ഛനോട് പറയല്ലേ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കണേ എന്ന് പറയുകയാണ്.